ദെൻ ആസ്ട്രോണമേഴ്സ്. ഈ ആസ്ട്രോണമേഴ്സ് എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രജ്ഞരാണ്. അതായത് അതിനൊക്കെ കുറിച്ച് പഠനം നടത്തുന്നവർ. പീപ്പിൾ ഹൂ സെർച്ച്ഡ് ഫോർ ദ റിയാലിറ്റി ബിയോണ്ട് ദിസ് സ്റ്റോറീസ്, ദേ ആർ ആസ്ട്രോണമേഴ്സ്. ഇപ്പോൾ മിസ് പറഞ്ഞു അറബ് രാജ്യങ്ങളിലും ചൈനീസിലും ഒക്കെ ഇതുപോലെയുള്ള പല കഥകളും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നൊക്കെ പരീക്ഷിക്കുക. അതായത് അങ്ങനെയുള്ളവരാണ് നമ്മൾ ആസ്ട്രോണമേഴ്സ്. ഓക്കെ, ഇനി കുറച്ച് ആസ്ട്രോണമേഴ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗലീലിയോ, കോപ്പർനിക്കസ് ആൻഡ് ന്യൂട്ടൺ ആർ ജസ്റ്റ് സം ആസ്ട്രോണമേഴ്സ്. ഗലീലിയോയും കോപ്പർനിക്കസും ന്യൂട്ടണൊക്കെ ആസ്ട്രോണമേഴ്സാണ്. ഇനി നമ്മൾ ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ് ആര്യഭട്ട ആൻഡ് ഭാസ്കരാചാര്യ. ആര്യഭട്ടയും ഭാസ്കരാചാര്യയുമാണ് ഇന്ത്യയിലെ ആസ്ട്രോണമേഴ്സ് കേട്ടോ. ഇതാണ് അവർ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ലാസ്റ്റത്തെ 2 പേരാണ് ആര്യഭട്ട, ഭാസ്കരാചാര്യ. ഇവരാണ് ഇന്ത്യൻ ആസ്ട്രോണമേഴ്സ്. ഇവർ 3 പേരും നമ്മളെ ഇന്ത്യക്ക് പുറത്തുള്ളവർ. ഓക്കെ, അപ്പം മക്കൾ ജസ്റ്റ് ഒന്ന് പിക്ചർ ശ്രദ്ധിക്കുക. നെയിംസ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. Can you imagine any shape in the dots given in the picture? Connect the dots and draw the shape you see. നിങ്ങൾക്ക് ഇവിടെ ഡോട്ടുകൾ കാണുന്ന ഒരു പിക്ചർ ഉണ്ടാവും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു ഷേപ്പ് നിങ്ങളോട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്കൈ വാച്ചിങ് purposes. We can imagine different shapes connecting the nearby stars which are seen in the sky. ആകാശത്ത് കാണുന്ന അടുത്തടുത്തുള്ള നക്ഷത്രങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്ത രൂപങ്ങൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. മെനി സ്റ്റോറീസ് അബൌട്ട് ദ സ്റ്റാർസ് ഇൻവോൾവ്സ് ഇൻ ദിസ് മാറ്റർ. നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള നിരവധി കഥകൾ ഈ വിഷയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ആൻഷ്യന്റ് പീപ്പിൾ ഇമാജിനഡ് certain shapes connecting the neighboring stars and they gave the names of mythological characters existed in the respective region to identify the stars. അയൽ നക്ഷത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ചില രൂപങ്ങൾ പുരാതന ആളുകൾ സങ്കല്പിച്ചിരുന്നു. അതായത് ഈ പണ്ടുള്ള കാലത്തൊക്കെ. ഇപ്പോൾ നമുക്കൊക്കെ എന്താണ്, ഗൂഗിൾ മാപ്പ് ഉണ്ട്. എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഡേയ്സ് അറിയാം, മന്ത്സ് അറിയാം, ഇയർ അറിയാം. അതായത് ഓരോ ആഴ്ച, മാസങ്ങൾ, കൊല്ലങ്ങളൊക്കെ. പണ്ട് കാലത്ത് ഇതൊന്നും തിരിച്ചറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ ആകാശത്തുള്ള ഓരോ മാസങ്ങൾ എന്നും ഒരേപോലെ ആവില്ല സ്റ്റാർസ്. പല സമയങ്ങളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ ഈ ആകാശത്തുള്ള നക്ഷത്രക്കൂട്ടങ്ങളെ ഇവരത് നോക്കിയിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു പേര് കൊടുക്കും. അത് ഓരോ കൂട്ടത്തിന് ഓരോ പേര് കൊടുക്കും. എന്നിട്ട് ഇത് ഓരോന്നും കാണുന്ന സമയമായിരിക്കും അവർ ആ സമയത്തെ ക്ലൈമറ്റ്, അതുപോലെയുള്ള ആ ഡേ ഒക്കെ മനസ്സിലാക്കുന്നത്. ഡേയും മന്തൊക്കെ മനസ്സിലാക്കിയിരുന്നത് അങ്ങനെയായിരുന്നു കേട്ടോ. ദെൻ ഒബ്സർവ്ഡ് ആൻഡ് അണ്ടർസ്റ്റുഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ് ആൻഡ് ദ ക്ലൈമറ്റ്. നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതായത് നമ്മൾ ക്ലൈമറ്റും സ്റ്റാറിൻ്റെ പൊസിഷനും വെച്ചിട്ടാണ് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. ഫാമേഴ്സ് ഐഡൻറ്റിഫൈഡ് ദ റിലേഷൻ ഓഫ് ഡ്രൗട്ട് റെയിൻ മീൻസ് വെള്ളപ്പൊക്കം ആൻഡ് ദ റിക്കറിങ് ഓവർഫ്ലോ ഓഫ് റിവേഴ്സ് വിത്ത് ദ പൊസിഷൻ ഓഫ് സ്റ്റാർസ്. അതായത് നമ്മൾ കർഷകർക്ക് നമുക്കറിയാം, കൃഷി ചെയ്യണമെങ്കിൽ വെള്ളപ്പൊക്കം പാടില്ല. അതുപോലെ നദികളൊക്കെ കരകവിഞ്ഞൊഴുകിയാൽ നമ്മൾ കൃഷിയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഈ വെള്ളപ്പൊക്കം എന്നാണ്, അതുപോലെ നദി കവിഞ്ഞൊഴുകുന്നത് എന്നാണെന്നൊന്നും അവർക്കറിയില്ല. കാരണം അവർക്ക് മാസങ്ങളോ ആഴ്ചകളൊന്നും അറിയില്ല. അപ്പോൾ ആ സമയം അവർ മനസ്സിലാക്കിയിരുന്നത് ആകാശത്തുള്ള സ്റ്റാർസിനെ വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്റ്റാറിനെ കാണുന്ന സമയം ഈ വെള്ളപ്പൊക്കം ഇതൊക്കെ, അതായത് മഴക്കാലമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയായിരുന്നു അവരത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. ദേ യൂസ്ഡ് ദിസ് ഇൻഫർമേഷൻ ഫോർ ഫാമിംഗ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് അവർ കൃഷി ചെയ്തിരുന്നത്. പൊസിഷൻ ഓഫ് സ്റ്റാർസ് ഹെൽപ്ഡ് ദ ട്രാവലേഴ്സ് ടു ഐഡൻറ്റിഫൈ ഡയറക്ഷൻസ്. അതായത് യാത്ര ചെയ്യുന്നവർക്ക്, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഗൂഗിൾ മാപ്പൊന്നുമില്ല. അപ്പോൾ യാത്ര ചെയ്യുന്നവർ ഈ സ്റ്റാർസിനെ വെച്ചിട്ടാണ് അവർ യാത്ര ചെയ്യാനൊക്കെ സ്റ്റാർസിൻ്റെ ഹെൽപ്പാണ് വാങ്ങിയിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്കൈ വാച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ. അതായത് ആകാശം നിരീക്ഷിക്കുന്നത് കൊണ്ട് ഉള്ള ഉദ്ദേശങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ.